ഇപ്പോൾ ഓണക്കാലം അടുത്തെത്തി നിൽക്കെ സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്ന രീതിയിൽ വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അരികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും വളരെ വലിയ രീതിയിലാണ് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണസദ്യ പൊള്ളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓണനാളുകളെ വരവേൽക്കാൻ ഇരിട്ടി നഗരത്തിലെ വിപണി ഉണർന്നു. പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കടകൾ കൂടുതൽ സാധനങ്ങൾ എത്തിച്ച് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ പച്ചക്കറിയൊക്കെ എല്ലാം ലഭ്യമാണ്. അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. നമ്മൾ നാടൻ പച്ചക്കറികളൊന്നും കിട്ടാനില്ല. മഴ കാരണമല്ല, മാത്രമല്ല കൃഷികൾ കുറവാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കൊക്കെ വളരെ വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറുനാരങ്ങ, വെളുത്തുള്ളി അതുപോലുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. എന്നാലും സാധനങ്ങളൊക്കെ ലഭ്യമാണ്. അത് ലഭ്യമാകുമ്പോൾ പോലും പച്ചക്കറി ഇപ്പോൾ പയറിന് 100 രൂപക്കടുത്തായി, അതുപോലെ ക്യാരറ്റിന് 80 രൂപക്കടുത്തായി. അപ്പോൾ ഈ വില വർധനവ് ഓണസദ്യയുമായി ബന്ധപ്പെട്ട് വലിയ കേരളത്തിലെ ജനങ്ങള് വില നോക്കാറില്ല. ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ എന്തായാലും അവർ എന്ത് വില കൊടുത്താലും ആഘോഷിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. വിലക്കയറ്റം എല്ലാ തവണയും ഓണം, വിഷു എല്ലാം വരുമ്പോൾ പച്ചക്കറിക്ക് വില കൂടുന്നതാണ്. പക്ഷെങ്കിൽ ജനങ്ങൾ അതൊക്കെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അതെ, വലിയ പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം. സാധനങ്ങളുടെ വിലക്കയറ്റം വിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണത്തിൻ്റെ മുന്നൊരുക്കം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ ഈ മലയോര മേഖലയിലും കേരളത്തിലുടനീളം നല്ല രീതിയിലുള്ളൊരു മഴയാണ് പെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശക്തമായ കാറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മലയോരത്ത് നമുക്ക് വലിയൊരു ഭീതിയില്ല. വെള്ളപ്പൊക്കം കൊണ്ട് വലിയൊരു പ്രയാസമൊന്നും അനുഭവപ്പെടാത്ത രീതിയാണ് ഉണ്ടായത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട്. ഓണത്തിന് ഇനി ഏകദേശം ഒരു 10-15 ദിവസം കൂടിയേ ഉള്ളൂ. ഓണവിപണി ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഓണവിപണി സജീവമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചെറിയൊരു വിലക്കയറ്റങ്ങളെല്ലാം തന്നെ സാധാരണഗതിയിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് ചെറിയൊരു വിലക്കയറ്റം, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വിലക്കയറ്റം ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മലയാളികൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞതുപോലെ ഏകദേശം ഓണത്തിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ വിവിധ ക്ലബിൻ്റെയും വായനശാലകളുടെ നേതൃത്വത്തിലുള്ള ഓണസദ്യ ഉൾപ്പെടെയെല്ലാം സജീവമായി വരുന്നുണ്ട്. അപ്പോൾ എന്തിരുന്നാലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഓണം മലയാളികൾ എന്നും നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് എത്ര പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും കഴിഞ്ഞ വർഷവും ഈ ആഗസ്റ്റ് മാസങ്ങളിലാണ് പലപ്പോഴും വെള്ളപ്പൊക്കമെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത്ര പ്രതിസന്ധി വേണ്ട ഘട്ടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഓണത്തോടനുബന്ധിച്ച് ഒരു 3-4 ദിവസം അതൊരു സജീവത തന്നെയാണ്. അതിന് വിവിധ ഓഫീസുകളിലെല്ലാം തന്നെ ഓണസദ്യ ഉൾപ്പെടെയുള്ള പൂക്കള ഉൾപ്പെടെയുള്ളതെല്ലാം ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മലയാളികൾ എന്നും ഓണം ആഘോഷിക്കുന്നത്. അത് ഇപ്രാവശ്യം സജീവമായിട്ട് തന്നെ ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. ഓണക്കാലം മലയാളികൾക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ കാത്തിരിപ്പിലാണ് ഇരിട്ടിയിലെ വ്യാപാരികളും. ഏജന്റ് ന്യൂസ്, ഇരിട്ടി.